നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചീമേനി ചെമ്പ്രക്കാനത്ത് വിദ്യാർത്ഥികളായ മക്കളും അമ്മയും വീട്ടിൽ മരിച്ചതായി കണ്ടെത്തിയ സംഭവം. ചീമേനി പോലീസ് കൊലപാതകത്തിന് കേസെടുത്തു. കാസർഗോഡ് വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം അടഞ്ഞു തന്നെ. കത്തുന്ന വേനലിൽ സ്ത്രീകൾക്ക് പ്രയോജനകരമാകുമായിരുന്ന ഇടമാണ് അടഞ്ഞുകിടക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന അപര സ്ഥാനാർത്ഥി N ബാലകൃഷ്ണന് വധഭീഷണിയെന്ന് പരാതി. CPM പ്രാദേശിക നേതാക്കളാണ് വധഭീഷണി മുഴക്കിയതെന്ന് പരാതി. ചുവരെഴുത്ത് അറബിയിൽ. പ്രചരണ രംഗത്ത് വ്യത്യസ്തതയുമായി പയ്യന്നൂരിലെ UDF നേതൃത്വം. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനമൊരുക്കണമെന്ന ആവശ്യം. ജനകീയ സമരം 45 ദിവസം പിന്നിട്ടു. വിഷുവിന് കണിച്ചട്ടികൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിൽ എരിക്കുളം ഗ്രാമം. നിലനിർത്തുന്നത് വർഷങ്ങളുടെ പാരമ്പര്യം. വാർത്തകൾ വിശദമായി. ചീമേനി ചെമ്പ്രക്കാനത്ത് വിദ്യാർത്ഥികളായ മക്കളും അമ്മയും വീട്ടിൽ മരിച്ചതായി കണ്ടെത്തിയ സംഭവത്തിൽ ചീമേനി പോലീസ് കൊലപാതകത്തിന് കേസെടുത്തു. സംഭവത്തിൽ ചീമേനി പോലീസ് ഇൻസ്പെക്ടർ K സലീമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ചീമേനി ചെമ്പ്രക്കാനത്തെ വിദ്യാർത്ഥികളായ മക്കളും അമ്മയും വീട്ടിൽ മരിച്ചതായി കണ്ടെത്തിയ സംഭവത്തിൽ ചീമേനി പോലീസ് കൊലപാതകത്തിന് കേസെടുത്തു. ചീമേനി പോലീസ് ഇൻസ്പെക്ടർ K സലീമിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അന്വേഷണം പുരോഗമിക്കുന്നു. സംസ്കാരവും തുടർന്ന് കർമ്മങ്ങളും നടക്കുന്നത് മൂലം മൊഴിയെടുത്ത് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാനായില്ലെങ്കിലും മരിച്ച സജ്ജനയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കാര്യങ്ങൾ അന്വേഷണ സംഘം വിലയിരുത്തി. വ്യക്തത വരുത്തി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കേസിൽ കാര്യമായ നടപടികൾ ഉണ്ടാവൂ എന്നാണ് സൂചന. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് UD ക്ലർക്ക് ചീമേനി ഞണ്ടാടി സ്വദേശിയായ K സജ്ജന, മക്കളായ 8 വയസ്സുകാരൻ ഗൗതം, 4 വയസ്സുകാരൻ തേജസ് എന്നിവരെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീടിന്റെ മുകൾ നിലയിൽ 2 ഇടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോയ്യങ്കുടി KSCB സെക്ഷനിലെ സബ് എഞ്ചിനീയർ TS രഞ്ജിത്തിന്റെ ഭാര്യയും 2 ആൺമക്കളുമാണ് മരിച്ചത്. വീടിന്റെ താഴെ ഉണ്ടായിരുന്ന രഞ്ജിത്തിന്റെ പിതാവ് ശിവശങ്കരൻ കുട്ടികളെ വിളിക്കാൻ മുകളിലെത്തിയപ്പോഴാണ് ദാരുണ സംഭവം പുറത്തറിഞ്ഞത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം അടഞ്ഞു തന്നെ. കത്തുന്ന വേനലിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ക്ഷീണമകറ്റാനും അല്പനേരം വിശ്രമിക്കാനും പ്രയോജനകരമാകുമായിരുന്ന ഇടമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം അടഞ്ഞുകിടക്കുന്നത്. നഗരത്തിലെത്തുന്ന വനിതകൾക്ക് വിശ്രമിക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് നഗരസഭ അധികൃതർ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം 18.88 ലക്ഷം ചെലവഴിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പിന്നീടത് വനിതാ വിശ്രമ കേന്ദ്രമായി മാറ്റുകയായിരുന്നു. 15 മാസങ്ങൾക്ക് മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP യാണ് കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചത്. കെട്ടിടത്തിനകത്ത് എന്ത് സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമ കേന്ദ്രം, ലഘുഭക്ഷണം, ശൗചാലയം, അമ്മമാർക്ക് മുലയൂട്ടാനുള്ള ഇടം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇക്കാര്യത്തിൽ ഇവർക്ക് തന്നെ കൃത്യമായ ധാരണയുമില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വെള്ളം, വെളിച്ചം എന്നീ അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ ചുവരുകൾക്ക് ചായം പൂശി മോടി പിടിപ്പിച്ചാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തതെന്ന പരാതിയുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി എത്രയും വേഗം വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്രമ കേന്ദ്രം കുറേ നാളായിട്ട് അത് ഇങ്ങനെ അടച്ചുകൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദൂരെ നിന്നെല്ലാം വരുന്ന ആൾക്കാർക്കെല്ലാം ചില സമയങ്ങൾ ഇപ്പോൾ കുട്ടികളെല്ലാം കൊണ്ടുവരുമ്പോൾ വിശ്രമിക്കാനുള്ള ഒരു വിശ്രമ കേന്ദ്രം എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അതൊരു ഓപ്പണായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മളെ പോലെയുള്ള സ്ത്രീകൾക്കെല്ലാം അത് വളരെ ഒരു ഉപകാരമായിരുന്നു. അത് ഇപ്പോൾ നമുക്ക് പ്രവർത്തിച്ച് കിട്ടിയിരുന്നെങ്കിൽ അതിന് വേണ്ട എന്തെങ്കിലും ഒരു നടപടി എല്ലാവരും എടുക്കണമെന്ന് പ്രത്യേകമായിട്ടൊന്ന് അറിയിക്കുന്നു. കത്തുന്ന ചൂടിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് പ്രയോജനകരമാകുന്ന കെട്ടിടമാണ് ഇപ്പോൾ അധികൃതരുടെ അനാസ്ഥ മൂലം അടഞ്ഞുകിടക്കുന്നത്. ഇത് എന്ന് തുറന്നു നൽകുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് വ്യക്തതയില്ലാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. പൊള്ളുന്ന ചൂടിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് പ്രയോജനമാകേണ്ട വിശ്രമ കേന്ദ്രം ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. ഈ വിശ്രമ കേന്ദ്രം എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ അധികൃതർക്കും വ്യക്തതയില്ല. ക്യാമറ പേഴ്സൺ ഗണേഷ് പൈക്കയോടൊപ്പം അമ്പിളി ബാലശർമ്മ, KCN ന്യൂസ്, കാസർഗോഡ്.
കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന അപർ സ്ഥാനാർത്ഥി എൻ ബാലകൃഷ്ണന് വധഭീഷണിയെന്ന് പരാതി. CPM പ്രാദേശിക നേതാക്കളാണ് വധഭീഷണി മുഴക്കിയതെന്ന് ബാലകൃഷ്ണൻ ആരോപിച്ചു. പത്രിക പിൻവലിക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നതായും ബാലകൃഷ്ണൻ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന തനിക്ക് CPM നേതാക്കളിൽ നിന്നും വധഭീഷണിയുണ്ടെന്ന് കാസർഗോട്ടെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ അപരൻ N ബാലകൃഷ്ണൻ. നീലേശ്വരം വള്ളിക്കുന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണൻ, മുൻ ബ്രാഞ്ച് സെക്രട്ടറി സതീശൻ എന്നിവരാണ് വധഭീഷണി മുഴക്കിയതെന്നാണ് ബാലകൃഷ്ണൻ ആരോപിക്കുന്നത്. CPMന്റെ മുൻ നേതാവ് കൂടിയാണ് താൻ എന്നാണ് ബാലകൃഷ്ണന്റെ അവകാശവാദം. ഭീഷണി മുഴക്കി സ്ഥലം CPMന്റെ സ്ഥലം ബ്രാഞ്ച് സെക്രട്ടറി. ഐ നീഡ് നോട്ട് ടു ഗിവ് യു ഹിസ് നെയിം. യു ക്യാൻ എൻക്വയർ. എന്നെ ഭീഷണിപ്പെടുത്ത്, എന്നെ തട്ടും തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ. ഫോണിൽ വിളിച്ചിട്ടാണോ ഒരാൾ ഭീഷണി മുഴക്കുക? വധഭീഷണി ഫോൺ റെക്കോർഡ് ചെയ്യപ്പെടില്ലേ? ആ നമ്പർ കിട്ടൂലേ? എൻ്റെ ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്യുന്നില്ലേ? നേരിട്ട് ഡയറക്റ്റ് ത്രെട്ട്. പാർട്ടി ദേശീയ തലത്തിലും കേരളത്തിലും കൈക്കൊള്ളുന്ന നിലപാടിനെതിരെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നാണ് ബാലകൃഷ്ണൻ. ഈ ഇരട്ടത്താപ്പ് നയത്തിനെതിരെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. 2019 ഞാൻ പാർട്ടിയോട് പറഞ്ഞിരുന്നു എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഐ ഹാവ് എൻ ഐഡിയോളജിക്കൽ ഡിസഗ്രീമെൻറ്റ് വിത്ത് പാർട്ടീസ് പോളിസി, നാഷണൽ പോളിസി, മേക്കിംഗ് അലയൻസ് വിത്തിൻ ബംഗാൾ ആൻഡ് other states and opposing each other here. I cannot support that double stand. Understand? എൻ്റെ നോമിനേഷൻ ബാലകൃഷ്ണൻ മാഷക്കെതിരെയല്ല. ഞാൻ 6 മാസം മുമ്പേ ഡിക്ലെയർ ചെയ്തിരുന്നു എൻ്റെ നോമിനേഷൻ. എൻ്റെ നാട്ടിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ബാലകൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രചരണ രംഗത്ത് വ്യത്യസ്തതയുമായി പയ്യന്നൂരിലെ UDF നേതൃത്വം. കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അറബിയിലാണ് ഇവിടെ ചുവരെഴുത്ത് നടത്തിയത്. കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അറബിയിലാണ് ഇവിടെ ചുവരെഴുത്ത് നടത്തിയത്. ഇത്തരത്തിൽ ഒട്ടേറെ ചുവരെഴുത്ത് പയ്യന്നൂരിൽ നിറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വെള്ളൂരിലും തായ്നേരിയിലും അറബിയിൽ ഉണ്ണിത്താനെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തെഴുതി വ്യത്യസ്തത പുലർത്തുകയാണ് പയ്യന്നൂരിലെ UDF പ്രചരണ കമ്മിറ്റി. പ്രചരണ രംഗത്ത് എന്തെങ്കിലും വ്യത്യസ്തത പുലർത്തിയാൽ വോട്ടർമാരെ ആകർഷിക്കാനാണ് ഇത്തരമൊരു രീതി സ്വീകരിച്ചതെന്ന് പ്രചരണ കമ്മിറ്റി ചെയർമാൻ A. രൂപേഷ് പറഞ്ഞു. ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തായ്നേരിയും വെള്ളൂരിലും ഒക്കെ ഒരുപാട് അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഒരു വ്യത്യസ്തതയുടെ ഭാഗമായിട്ടാണ് അറബിയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കുക എന്ന് എഴുതിയത്. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതികരണം ഉണ്ടാക്കുകയും വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു. ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും നമ്മളെ ഉദ്ദേശിച്ചത് ഒരു പ്രചരണം എങ്ങനെയാണ് കൊഴുപ്പിക്കുക എന്നതാണ്. ആ നിലയിൽ ഈ അറബി ഭാഷയിൽ എഴുതിയതോടുകൂടെ എല്ലാ കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പത്രങ്ങളിലൂടെ ഈ വാർത്ത എത്തിയതോടുകൂടെ പലരും നമ്മളെ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രചരണരംഗത്ത് ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ പരിപാടികൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രചരണ കമ്മിറ്റി. വരും ദിവസങ്ങളിൽ വ്യത്യസ്ത പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് UDF നേതൃത്വം ഒരുങ്ങുന്നത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുവാൻ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം 45 ദിവസം പിന്നിട്ടു. പെരുന്നാൾ ദിനത്തിലും നാട്ടുകാർ സമരരംഗത്തായിരുന്നു. ഈദുൽ ഫിത്തർ ആഘോഷത്തിനിടെയും പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ജനകീയ സമരസമിതി പ്രക്ഷോഭ രംഗത്തെത്തിയിരുന്നു. രാഗം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ ശക്തമായ സമരം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ 45 ദിവസമായി സമരം തുടരുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ടവരിൽ നിന്നും പ്രതികരണം ലഭിക്കാത്തത് നാട്ടുകാരിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പെരുന്നാൾ ദിനത്തിൽ മസ്ജിദിൽ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം എല്ലാവരും സമരത്തിൽ പങ്കെടുത്തത് പ്രത്യേകതയായിരുന്നു. എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ജാതിമതഭേദമന്യെയാണ് എല്ലാവരും സമരത്തിൽ പങ്കെടുത്തു വരുന്നത്. 45 ദിവസം കഴിഞ്ഞിട്ടും നാട്ടുകാരുടെ ആവശ്യത്തിന് മുന്നിൽ മുഖം തിരിക്കുന്ന അധികൃത നടപടിക്കെതിരെ അടുത്ത ദിവസങ്ങളിൽ നിരാഹാര സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ്
സമരസമിതി. ഈ പുണ്യമായ ഈ പെരുന്നാളിന്റെ ആഘോഷിക്കേണ്ട ഈ സമയത്ത് ഞങ്ങളെ ഈ തെരുവിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട MLA നിങ്ങളോടാണ് പറയുന്നത്, പ്രിയപ്പെട്ട MP നിങ്ങളോടാണ് പറയുന്നത്, തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇത് ഞങ്ങൾ നിങ്ങളിലേക്ക് വോട്ടിങ്ങിലൂടെ ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും ഇത് ഞങ്ങളുടെ ഒരു വ്യക്തിയുടെ ആവശ്യമല്ല. ഇവിടെ വന്നിരിക്കുന്ന പലർക്കും വാഹനങ്ങളുണ്ട്, അവരുടെ ആവശ്യമല്ല, ഈ നാടിന്റെ ആവശ്യമാണ്. ഈദ് ദിനത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെബിനോ മൊന്തേരോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് യാദവ് ബഡാജെ, BJP നേതാവ് ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം, സമരസമിതി നേതാക്കളായ അഷ്റഫ് ബഡാജെ, സക്കറിയ, ജബ്ബാർ ബഹ്റൈൻ, സജീവ ഷെട്ടി, SM ബഷീർ, നായനാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിഷുവിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കണിച്ചട്ടികൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ് കാസർകോട്ടെ എരിക്കുളം ഗ്രാമം. വലിയ ലാഭമില്ലെങ്കിലും കണിക്കലങ്ങളും മറ്റ് മൺപാത്രങ്ങളും നിർമ്മിക്കുന്നതിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നിലനിർത്തുകയാണ് മടിക്കൈ എരിക്കുളത്തെ കുടുംബങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ എരിക്കുളം ഗ്രാമത്തിലെ 100ഓളം കുടുംബങ്ങൾ വിഷുക്കാലമായതോടെ കണിക്കലങ്ങൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ്. വീടുകളിൽ എത്തിയാൽ കണിച്ചട്ടികൾ ഒരുക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നേരിൽ കാണാം. വിഷുവിപണി ലക്ഷ്യമാക്കിയുള്ള മൺപാത്ര നിർമ്മാണം തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. കണിക്കലങ്ങളുടെ നിർമ്മാണവും വിവിധ തരം മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതും പാരമ്പര്യമായി ഇവർക്ക് കൈമുതലാണ്. വിഷുവിപണി ലക്ഷ്യമാക്കി ചുരുങ്ങിയത് 100 കണിക്കലങ്ങൾ ഓരോ വീടുകളിലും ഈ സമയത്തുണ്ടാക്കുന്നു. വിഷുക്കല നിർമ്മാണത്തിന് ആരംഭിച്ചറിഞ്ഞാൽ 3 മാസത്തോളമായി ഇതിന്റെ പണിപ്പരയിലാണ്. വിഷുക്കല ഉണ്ടാക്കുന്ന പണിപ്പരയിലായി 3 മാസത്തോളമായി. 3 മാസത്തോളം അതിനുശേഷം നമ്മൾ ചൂള വെക്കുന്നു, എടുക്കുന്നു. പ്രധാനമായും കണിച്ചട്ടിയാണ്. പിന്നെ മറ്റേ ഈ ചോറ് വെക്കുന്ന കലങ്ങൾ, കറി വെക്കുന്ന കലം, പിന്നെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ കണിക്കലത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കണിക്കലം ഇപ്പോൾ ഒരു 500ഓളം കണിക്കല വീടിൽ നിന്ന് അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു വിപണിയില്ല നമുക്ക്. കാരണം വീടുകളിൽ കൊണ്ട് കൊടുക്കും, പിന്നെ ആവശ്യമുള്ളവർ നമ്മൾ വീട്ടിൽ വന്ന് വാങ്ങിക്കും. വലുപ്പത്തിനനുസരിച്ച് 200 മുതൽ 250 രൂപ വരെയാണ് വില. തലച്ചുമടായി വീടുകളിൽ കൊണ്ടുപോയും വിൽപ്പന നടത്തുന്നു. വിഷുക്കാലത്തെ വിറ്റുവരവ് വലിയ പ്രതീക്ഷയാണ്. കാസർഗോഡ് ജില്ലയിലും കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും എരിക്കുളത്തെ മൺകലങ്ങളും കണിച്ചട്ടികളും വിഷുവിപണി ലക്ഷ്യമാക്കി എത്തുന്നു. വിഷു കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ദിവസം 1 വർഷത്തെ നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് എരിക്കുളം വയലിൽ നിന്നാണ് കുടുംബങ്ങൾ ശേഖരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SYS കാഞ്ഞങ്ങാട് സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രി പരിസരത്ത് SYS കാഞ്ഞങ്ങാട് സോൺ ജനറൽ സെക്രട്ടറി മഹമ്മൂദ് അംജദി പുഞ്ചാവി ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം കാഞ്ഞങ്ങാട് സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂം ഉദ്യോഗസ്ഥർ, അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ ജീവനക്കാർ, രോഗികൾ, കൂട്ടിരിപ്പുകാർ എന്നിവർക്കായി പെരുന്നാൾ സൽക്കാരം ഒരുക്കി. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ പരിസരത്ത് നടന്ന പെരുന്നാൾ സ്നേഹസംഗമം കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി BK അബ്ദുറഹ്മാൻ ഹാജി ആറങ്ങാടിയുടെ അധ്യക്ഷതയിൽ SYS കാഞ്ഞങ്ങാട് സോൺ ജനറൽ സെക്രട്ടറി മഹമ്മൂദ് അംജദി പുഞ്ചാവി ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന റമദാൻ മാസത്തെ റിലീഫ് കിറ്റ് വിതരണവും അതുപോലെ അനുബന്ധ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് സോൺ SYS സാന്ത്വനം പ്രവർത്തകർ ഒരുമിച്ചുകൂടി ഈ ഒരു മാസക്കാലം റമദാൻ മാസം, ഈ പരിശുദ്ധ റമദാൻ മാസം മുഴുവനും 1 മാസക്കാലം കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും റെയിൽവേ സ്റ്റേഷൻ, മറ്റ് വഴിയോര യാത്രക്കാർ തുടങ്ങിയ എല്ലാവർക്കും വൈകുന്നേരം ഇഫ്താർ സമയത്ത് ഇഫ്താർ ഒരുക്കുകയും അവർക്കാവശ്യമായ കിറ്റുകൾ വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് കാഞ്ഞങ്ങാട് ഡിവിഷൻ പരിധിയിൽ, കാഞ്ഞങ്ങാട് സോൺ പരിധിയിൽ കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ, അതുപോലെ പാണത്തൂർ മേഖലയിലെ മറ്റൊരു സ്ഥാപനത്തിലും SYS സാന്ത്വനം വിഭാഗം ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. പെരുന്നാൾ സന്തോഷമായി പെരുന്നാൾ സൽക്കാരം എന്ന നിലക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്.
സോൺ നേതാക്കളായ അബ്ദുസലാം പുഞ്ചാവി, സുബൈർ പടന്നക്കാട്, മജീദ് ഞാണിക്കടവ്, ഡോക്ടർ വിപിൻ, ഡോക്ടർ ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. SYS സോൺ സാന്ത്വനം സമിതി റംസാൻ 1 മുതൽ SYS സോൺ സാന്ത്വനം സമിതി റംസാൻ 1 മുതൽ അവസാനം വരെയും ജില്ലാ ആശുപത്രി ജീവനക്കാർ, രോഗികൾ, കൂട്ടിരിപ്പുകാർ, ട്രെയിൻ, ബസ് യാത്രക്കാർ എന്നിവർക്കുള്ള ഇഫ്താർ കിറ്റുകൾ നൽകി ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുബായ് KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഈദ് സംഗമം മുസ്വാഹബ ശ്രദ്ധേയമായി. KMCC നേതാക്കളായ അബ്ദുൾ റഹ്മാൻ തോട്ടിൽ, കുഞ്ഞാമു കീഴൂർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് KMCC മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും KCN കാസർഗോഡ് ചാനലും സംയുക്താഭിമുഖ്യത്തിൽ ഈദ് സംഗമം മുസ്വാഹബ സംഘടിപ്പിച്ചു. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ അനുഭവങ്ങളും ഈദ് സന്ദേശം കൈമാറിയും പരസ്പരം ആലിംഗനം ചെയ്തും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും പ്രവാസികളുടെ ഈദ് ആഘോഷം ശ്രദ്ധേയമായി. ഹാരിസ് PB അധ്യക്ഷത വഹിച്ച യോഗം KMCC നേതാക്കളായ അബ്ദുൾ റഹ്മാൻ തോട്ടിൽ, കുഞ്ഞാമു കീഴൂർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നിസാം ചൌക്കി, ബഷീർ മജൽ, ഷഹീർ കാവിൽ, ബദ്രു കമ്പാർ, അൽതാഫ് ചൌക്കി, ഹംറാസ് എരിയാൽ, ഹബീബ് ദേശാകുളം, സമീർ പുത്തൂർ, ഷഫീഖ് ആസാദ് നഗർ, സാബിദ് ചൌക്കി, സലാം കടവത്തി എന്നിവർ സംബന്ധിച്ചു. ഷെക്കിൽ എരിയാൽ സ്വാഗതവും അഷ്റഫ് കമ്പാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN ന്യൂസ്. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിന് പുതിയ ഊട്ടുപുര നിർമ്മിക്കും. ഊട്ടുപുര നിർമ്മാണത്തിനായി തിരുവോണ ഭാഗ്യനിധി പുറത്തിറക്കി. മലബാറിലെ ഏക വാമനാവതാര ക്ഷേത്രമായ കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിന് ഊട്ടുപുര നിർമ്മാണത്തിനായി തിരുവോണ ഭാഗ്യനിധി പുറത്തിറക്കി. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ക്ഷേത്രത്തിന് പുതിയ ഊട്ടുപുര നിർമ്മിക്കുന്നത്. ക്ഷേത്രത്തിൽ കൂട്ടുപ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ തിരുവോണ ഭാഗ്യനിധിയുടെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് K. നാരായണ വാര്യർ ചടങ്ങിൽ അധ്യക്ഷനായി. K. നാരായണ വാര്യരും പുല്ലൂർ പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് നിട്ടൂർ പവിത്രനും തിരുവോണ ഭാഗ്യനിധിയിലേക്ക് ആദ്യ ഫണ്ട് കൈമാറി. തുടർന്ന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ തിരുവോണ ഭാഗ്യനിധി പുറത്തിറക്കി. ക്ഷേത്ര സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് P. ശശിധരൻ നായർ തിരുവോണ ഭാഗ്യനിധിയെക്കുറിച്ച് വിശദീകരിച്ചു. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ സൗകര്യപ്രദമായ രീതിയിൽ ഭക്ഷണം കഴിച്ചു പോകാനൊക്കെ അസൗകര്യമുള്ള ആയിട്ട് കുറേ നാളായി നമ്മളെ വേദനിപ്പിക്കുന്നു. കാരണം ഈ ഹാള് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി നടത്താനും ഒക്കെ ഇതൊന്നു മാത്രമേ നമുക്കിവിടെയുള്ളൂ. അപ്പോൾ ഇക്കൊല്ലം നമ്മുടെ കമ്മിറ്റി ഒരു പുനർചിന്തനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇതിൽ ക്ഷേത്രത്തിൻ്റെ ഇന്ന് നിലവിലുള്ള ഹാള് കുറച്ചും കൂടെ നന്നാക്കിയെടുത്ത് നമ്മുടെ ഫണ്ട് ലഭ്യതയ്ക്ക് അനുസരിച്ച് നന്നാക്കിയെടുത്ത് നമ്മുടെ ഭക്ഷണം ഒരു 250 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ വിലക്ക് വാങ്ങിയ പടിഞ്ഞാറ് ഭാഗത്തുള്ള വയലിൽ ഒരു 250 ആൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹാളും അതിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു അടുക്കളയും അതിൻ്റെ തെക്ക് ഭാഗത്ത് ചെറിയ ഒരു 25 പേർ തന്ത്രിയും മറ്റ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കൊക്കെ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു ഇടം ബിൽഡിംഗ് ഇതേപോലെ തന്നെ ഒരു ഈ ഷീറ്റ് ഇട്ടിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കാനും ഒക്കെയാണ് നമ്മുടെ ഉദ്ദേശം. TP രാമചന്ദ്രൻ, കൃഷ്ണൻ മൊട്ടമ്മൽ, KV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് K. നാരായണ വാര്യരും പുല്ലൂർ പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് നിട്ടൂർ പവിത്രനും തിരുവോണ നിധിയിലേക്ക് ആദ്യ ഫണ്ട് കൈമാറി. ചടങ്ങിൽ തിരുവോണ നിധി പുറത്തിറക്കി. P. ശശിധരൻ നായർ, TP രാമചന്ദ്രൻ, കൃഷ്ണൻ മൊട്ടമ്മൽ, KV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇവന്റ് ഗ്രൂപ്പായ അമേൻട്രി അവതരിപ്പിക്കുന്ന ആഘോഷ് 2024 ഏപ്രിൽ 14 കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാടിന്റെ കണ്ണഞ്ചിപ്പിക്കും കാഴ്ചകൾക്ക് തിരിതെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. മലബാറിലെ ഏറ്റവും വലിയ താരനിശയ്ക്ക് വിഷുദിനത്തിൽ തിരിതെളിയും. മിഡിൽ ഈസ്റ്റിലെ അറിയപ്പെടുന്ന ഇവന്റ് ഗ്രൂപ്പായ അമൻട്രിയ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററായ പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വിഷുദിനത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ് 2024 ഒരുക്കങ്ങൾ പൂർത്തിയായി. എല്ലാമായ രാജ്മോഹനും മിസ്സിസ് സ്മൃതി രാജ്മോഹനുമാണ് അതിൻ്റെ ഓണേഴ്സ്. അവരുടെ ആഗ്രഹപ്രകാരം ഇന്ത്യയിലെ തന്നെ പല സംരംഭങ്ങളിലേക്ക് ഉള്ള ഒരു കാൽവെപ്പാണ് ഈ ഒരു ആഘോഷം
ആഘോഷത്തിന് തിരികൊളുത്താൻ പോകുന്നത്. അമാൻഡ്ര ഗ്രൂപ്പിൻ്റെ ഒരു ലാവോസ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അമാൻഡ്ര ഗ്രൂപ്പിൻ്റെ അമാൻഡ്ര ഈവൻസും അതും കൂടി ഈ അവസരത്തിൽ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അമാൻഡ്ര ഈവൻസിൻ്റേതാണ് ആഘോഷ് 2024 എന്ന് പറഞ്ഞ ആദ്യത്തെ സംരംഭം. അത് കാഞ്ഞങ്ങാട്ടുകാരനായ നീലേശ്വരക്കാരനായ രാജ്മോഹനെ കാഞ്ഞങ്ങാട് തന്നെ അത് തുടങ്ങണം. കാരണം കാഞ്ഞങ്ങാട് നമുക്കൊക്കെ ഇത് തുടങ്ങാനുള്ള സൗകര്യം തന്ന പലേഡിയത്തിൻ്റെ സ്ഥാപകനായ മണികണ്ഠൻ മേലത്തിനോട് വളരെ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. സിനിമാ താരങ്ങളായ നവ്യ നായർ, അർജുൻ അശോക്, അനു സിതാര, പാരിസ് ലക്ഷ്മി, ശില്പ ബാല, പാഷാണം ഷാജി, നോബി, ഗായകരായ കണ്ണൂർ ഷെരീഫ്, ദേവാനന്ദ്, ആഷിമ മനോജ്, ശ്വേത അശോക്, ഗിന്നസ് വേൾഡ് റെക്കോർഡർ വൈഷ്ണവി, കോമഡി താരങ്ങളായ പ്രസാദ് മുഹമ്മ, കലാഭവൻ ജയകുമാർ, ജാസ്മിൻ മുന്ന എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ രാജ്മോഹൻ, മണികണ്ഠൻ മേലത്ത്, ബാലഗോപാൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചീമേനി ചെമ്പ്രക്കാനത്ത് വിദ്യാർത്ഥികളായ മക്കളും അമ്മയും വീട്ടിൽ മരിച്ചതായി കണ്ടെത്തിയ സംഭവം. ചീമേനി പോലീസ് കൊലപാതകത്തിന് കേസെടുത്തു. കാസർഗോഡ് വനിതകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രം അടഞ്ഞു തന്നെ. കത്തുന്ന വേനലിൽ സ്ത്രീകൾക്ക് പ്രയോജനകരമാകുമായിരുന്ന ഇടമാണ് അടഞ്ഞുകിടക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന അപര സ്ഥാനാർത്ഥി എൻ ബാലകൃഷ്ണന് വധഭീഷണിയെന്ന് പരാതി. CPM പ്രാദേശിക നേതാക്കളാണ് വധഭീഷണി മുഴക്കിയതെന്ന് പരാതി. ചുവരെഴുത്ത് അറബിയിൽ. പ്രചരണ രംഗത്ത് വ്യത്യസ്തതയുമായി പയ്യന്നൂരിലെ UDF നേതൃത്വം. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനമൊരുക്കണമെന്ന ആവശ്യം. ജനകീയ സമരം 45 ദിവസം പിന്നിട്ടു. വിഷുവിന് കണിച്ചട്ടികൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിൽ എരിക്കുളം ഗ്രാമം. നിലനിർത്തുന്നത് വർഷങ്ങളുടെ പാരമ്പര്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.